സർ, മെയ് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം ആരാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ മന്ത്രിസഭയാണ് അധികാരത്തിലേറാൻ പോകുന്നത് എന്ന്. പക്ഷേ അതിനു മുൻപേ തന്നെ മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ ചൊല്ലി ഒരു പാർട്ടിയിൽ അതിരൂക്ഷമായ ചർച്ച നടക്കുന്നുണ്ട്. അവരുടെ ഉപമുഖ്യമന്ത്രിയെ ചൊല്ലി അവരുടെ തന്നെ മറ്റൊരു മുന്നണിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. റിസൾട്ട് പുറത്തു വരുന്നതിന് മുന്നെയാണ് ഇത്തരം ചർച്ചകൾ എന്നോർക്കണം. എന്റെ ചോദ്യം അത് തന്നെയാണ്. മെയ് 4-ന് ആരൊക്കെ വീഴും, ആരൊക്കെ വാഴും? വീഴുന്നവരും വാഴുന്നവരും ധാരാളമുണ്ട്. രാഷ്ട്രീയത്തിൽ സത്യം പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പുമില്ല, പൂർണ്ണ വിരാമമില്ല, കോളൻ മാത്രമേ ഉള്ളൂ. കാര്യം വീഴുന്നവർ ചവറ്റുകുട്ടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ചരിത്രം കേരള രാഷ്ട്രീയത്തിലുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അത് വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ അങ്ങനെയല്ല. എത്രയോ പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിൽ മാത്രം, ചരിത്ര പുസ്തകങ്ങളിൽ, പത്രത്തകളിൽ മാത്രം അവശേഷിച്ച് വിസ്മൃതിയിൽ ആണ്ടുപോയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മന്ത്രിയെ സംഭാവന ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് അപ്രത്യക്ഷമായി. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ്. ജെട്ടി കേസിൽ ശിക്ഷിക്കപ്പെടുകയും MLA പദം അയോഗ്യമാക്കപ്പെടുകയും ചെയ്ത ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് സീറ്റ് കൊടുത്തില്ല ഈ പ്രാവശ്യം. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ CMPക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് കൊടുത്തത്. ഒറ്റ സീറ്റിൽ മാത്രമായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. ഈ പാർട്ടി ഇനി അവശേഷിക്കുമോ എന്ന് ആന്റണി രാജുവിനോട് ചോദിച്ചാൽ പോലും അദ്ദേഹം അതെ എന്നായിരിക്കും, അവശേഷിക്കില്ല എന്നായിരിക്കും ഉത്തരം പറയുക. അത് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗമുണ്ടാവുകയാണ് എങ്കിൽ അതിനുള്ള സാധ്യത വളരെ ഏറെയാണ്. 3 രാഷ്ട്രീയ പാർട്ടികൾ കൂടി കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാകും, രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും അപ്രത്യക്ഷമാകും. ഒന്ന് കോൺഗ്രസ് എസ്, രണ്ടാമത് കേരള കോൺഗ്രസിന്റെ മറ്റൊരു കഷ്ണമായ കേരള കോൺഗ്രസ് ബി, പിന്നെ RSP ലെനിനിസ്റ്റ് എന്നൊരു പാർട്ടിയുണ്ട്. ഇത്രയും പാർട്ടികൾ അപ്രത്യക്ഷമാകും. അപ്രത്യക്ഷമാകുന്നത് മാത്രമല്ല, 2 പാർട്ടികൾ തിരിച്ചു വരും. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിൽ ഒരു പ്രാതിനിധ്യവും നിയമസഭയിൽ ഇല്ലാതിരുന്ന RSPയും CMPയും ഈ തിരഞ്ഞെടുപ്പോടെ വീണ്ടും നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ നാടകീയത നിറഞ്ഞ ഒരു ഫലം ആയിരിക്കും എല്ലാ വർഷത്തെയും പോലെ, എല്ലാ തിരഞ്ഞെടുപ്പിലെയും പോലെ ഈ 2026 തിരഞ്ഞെടുപ്പിന്റെയും ജനവിധിയിൽ നിന്ന് ഉണ്ടാവുക. ഇനി ഞാൻ തിരിച്ചു വരുന്ന പാർട്ടികളെ കുറിച്ച് ആദ്യം പറയാം. അത് RSP ആണ്. സത്യം പറഞ്ഞാൽ കുന്നത്തൂരിലെ ഇപ്പോഴത്തെ MLAയുടെ പേര് കോവൂർ കുഞ്ഞുമോൻ എന്നാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് RSP ലെനിനിസ്റ്റ്. അപ്പൊ ഇങ്ങനൊരു പാർട്ടി ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് പോലും സംശയമില്ല. അദ്ദേഹത്തിന് പോലും സംശയം ഉണ്ടാവും. നമുക്ക് സംശയമില്ലാത്തത് RSP എന്ന പാർട്ടി ഉണ്ട്. അത് NK പ്രേമചന്ദ്രന്റെ പാർട്ടിയാണ്. കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ കാര്യത്തിലാണ് സംശയമുള്ളത്. പക്ഷേ NK പ്രേമചന്ദ്രന്റെ പാർട്ടിക്ക് കഴിഞ്ഞ 2 നിയമസഭയിലും അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ എന്ന അംഗം, ഒറ്റ അംഗം മാത്രമുള്ള RSP വലിയ അദ്ദേഹത്തിന്റെ ഒരു മേന്മയിൽ ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന പാർലമെന്ററി പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. ബംഗാളിലെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിൽ സീറ്റൊന്നുമില്ല എങ്കിലും ഇടതുപക്ഷത്തെ 2ാമത്തെ കക്ഷിയാണ് RSP. ഞാൻ ത്രിദീപ് കുമാർ ചൗധരി എന്ന RSPയുടെ മഹാനായ ജനറൽ സെക്രട്ടറിയെ ഓർക്കുകയാണ്. അദ്ദേഹം ലളിത ജീവിതത്തിൽ ഗാന്ധിജിയെ പോലും പിന്നെ ഗാന്ധിജിക്ക് മുകളിൽ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്വന്തമായി ആഹാരം പാകം ചെയ്താണ് കഴിച്ചിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം സ്റ്റൗ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ പത്രറിപ്പോർട്ടൊക്കെ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ യോഗങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം സ്വന്തം ആഹാരം സ്റ്റൗവിൽ പാചകം ചെയ്ത് കഴിക്കുന്ന വാർത്ത ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ വായിച്ചത് ഓർക്കുന്നുണ്ട്. അങ്ങനെ മഹാന്മാരായ നേതാക്കന്മാരാൽ 1940-ലാണ് RSP ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ടത്. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വലിയ നേതാക്കന്മാർ, ചെറിയൊരു പാർട്ടി. RSPയെ കുറിച്ച് നമ്മൾ കേരളത്തിൽ ആദ്യം പറയുമ്പോൾ ഓർക്കേണ്ട പേര് ബേബി ജോണിന്റെയും ശ്രീകണ്ഠൻ നായരുടേതും ആണ്.
ശ്രീകണ്ഠൻ നായർ 1952 മുതൽ 77 വരെ ദീർഘകാലം പാർലമെന്റ് അംഗമായിരുന്നു. ബേബി ജോൺ ദീർഘകാലം മന്ത്രിയായിരുന്നു. കേരള കിസിഞ്ചർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ടി കെ ദിവാകരൻ മന്ത്രിയായിരുന്നു. അതിനുശേഷം എത്രയോ മന്ത്രിമാരെ ഈ ചെറിയ പാർട്ടി കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കെ പങ്കജാക്ഷനും ബേബി ജോണും ഒക്കെ RSPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം കെ ശിവദാസൻ, കടവൂർ ശിവദാസൻ, ബാബു ദിവാകരൻ, NK പ്രേമചന്ദ്രൻ, ഷിബു ബേബി ജോൺ ഇവരൊക്കെ RSPയെ പ്രതിനിധീകരിച്ച് കേരളത്തിലെ പല മന്ത്രിസഭകളിൽ അംഗങ്ങളായിട്ടുണ്ട്. 1970 അച്യുതാനന്ദ മന്ത്രിസഭയിലാണ് RSPയുടെ ഈ മന്ത്രിസഭ പ്രാതിനിധ്യം ആരംഭിക്കുന്നത്. 1967 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലെങ്കിൽ ഇടതു മുന്നണിയെ, സപ്തകക്ഷി മുന്നണിയെ അവർ പുറത്തു നിന്ന് പിന്തുണച്ചു. ഞാൻ ഇനി ലെനിനിസ്റ്റിനെ കുറിച്ച് പറയാം. കാര്യം അത് ആരംഭിച്ചത് കോവൂർ കുഞ്ഞുമോഹന്റെ പാർട്ടിയെ പരാമർശിച്ചാണ്. സത്യം പറഞ്ഞാൽ RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞാൽ പലരും ഒന്ന് ചിരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം മാർക്സിസം ലെനിനിസം എന്ന തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വിപ്ലവ സോഷ്യലിസമാണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് എതിരെ സമരം നയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് RSP. അവരൊന്ന് പറഞ്ഞ കാര്യം 57 EMS മന്ത്രിസഭ നടപ്പിലാക്കുന്നത് യഥാർത്ഥ സോഷ്യലിസമല്ല എന്നതായിരുന്നു പറഞ്ഞ താത്വികമായ വ്യാഖ്യാനം. അതിനുശേഷം 1970 കോൺഗ്രസിനോടൊപ്പം ചേർന്ന് അതിനുശേഷം പാർട്ടി പല ഭാഗങ്ങളായി പല സമയങ്ങളിൽ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി, കടവൂർ ശിവദാസന്റെ ഗ്രൂപ്പ് ഉണ്ടായി, അങ്ങനെ പല ഗ്രൂപ്പ് ഉണ്ടായി. അഖിലേന്ത്യാ ലീഡർഷിപ്പിൽ നിന്ന് മാറി കേരളത്തിൽ മാത്രമായി RSP കുറെ കാലം നിലനിന്നു. UDFന്റെ ഭാഗമായി, LDFന്റെ ഭാഗമായി. NK പ്രേമചന്ദ്രൻ 2014 സീറ്റ് പാർലമെന്ററി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊല്ലം സീറ്റ് നിഷേധിച്ചപ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ എത്തിയത്. അതിനുശേഷമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരനാറി പ്രയോഗമൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും RSP കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അസംബ്ലിയിലേക്ക് മത്സരിച്ചുവെങ്കിലും ഒറ്റ സീറ്റിലും ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ 5 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ, ഈ ഫീൽഡ് റിപ്പോർട്ടുകൾ സത്യങ്ങൾ പറയുന്നുണ്ട്. 2 സീറ്റിലെങ്കിലും അവർ ഉറപ്പായും ജയിക്കും. അങ്ങനെ ഒന്ന് ചവറയിലും ഒന്ന് നേരത്തെ പറഞ്ഞ കോവൂർ കുഞ്ഞുമോന്റെ RSP ലെനിനിസ്റ്റ് എന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ആ പാർട്ടി ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. RSPയിൽ നിന്നും 2014 തെറ്റിപ്പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന ആളാണ് കോവൂർ കുഞ്ഞുമോൻ. അദ്ദേഹത്തിന്റെ സീറ്റായ കുന്നത്തൂർ ഉൾപ്പെടെ 2 സീറ്റുകളിലെങ്കിലും RSP ജയിക്കുകയും 2 നിയമസഭകളിൽ ഇല്ലാതിരുന്ന പ്രാതിനിധ്യം അവർക്ക് തിരിച്ചു കിട്ടുകയും ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ രൂപവൽക്കരിക്കപ്പെടുന്ന പക്ഷം അതിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കോവൂർ കുഞ്ഞുമോന്റെ അവസ്ഥ എന്താകും എന്ന് പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹത്തിന്റെ 2001 മുതൽ അവിടുത്തെ MLA ആണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരായി വലിയ ആന്റി ഇൻകംബൻസി ഫാക്ടർ, അദ്ദേഹത്തിന്റെ MLA എന്ന നിലയിലുള്ള പ്രവർത്തനം അത്ര നന്നായില്ല എന്ന് ഒന്നിലധികം ചാനലുകൾ നടത്തിയ സർവേകളിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പം RSP കേരള നിയമസഭയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് 2026 തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ CMPക്ക് വേണ്ടി മത്സരിക്കുന്നത് ശ്രീ CP ജോൺ ആണ്. അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് MV രാഘവന് ശേഷം CP ജോണിലൂടെ CMPക്ക് ഒരു മന്ത്രിപദം കിട്ടാൻ സാധ്യതയുണ്ട്.
തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ CP ജോൺ മന്ത്രിയാകും. CMBയുടെ ജനനം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 1986 MB രാഘവൻ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ബദൽ രേഖ അവതരിപ്പിച്ചു. അദ്ദേഹം അവതരിപ്പിച്ച ബദൽ രേഖയുടെ അടിസ്ഥാനം കോൺഗ്രസിനെതിരെ ഐക്യമുന്നണി ഉണ്ടാക്കാൻ അന്ന് വർഗീയ പാർട്ടി അന്ന് EMS ഒക്കെ ആക്ഷേപിച്ചിരുന്ന മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും പിന്തുണ തേടാം എന്നുള്ളതായിരുന്നു ബദൽ രേഖ. ബദൽ രേഖയ്ക്ക് ശേഷം രാഘവനെ പുറത്താക്കി. രാഘവൻ നേരെ ആർക്കെതിരായാണ് ഐക്യമുന്നണി ഉണ്ടാക്കേണ്ടത്, അത് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ കോൺഗ്രസുമായി ഐക്യമുണ്ടാക്കി. കോൺഗ്രസിന്റെ ഭാഗമാണ്. അതിനുശേഷം 2016 അദ്ദേഹത്തിന്റെ പാർട്ടി രണ്ടായി പിളർന്നു. ഒന്ന് അരവിന്ദാക്ഷൻ വിഭാഗം, MB രാഘവന്റെ മകൻ നികേഷ് കുമാർ അതിന്റെ ഭാഗമായിരുന്നു. പക്ഷെ അരവിന്ദാക്ഷൻ വിഭാഗത്തിൽ പോയിട്ടുള്ള ആൾക്കാർ മുഴുവനും പിന്നീട് CPM-ൽ ചേർന്നു. നികേഷ് കുമാർ അഴീക്കോട് മത്സരിച്ചു, CPM-ന്റെ സ്ഥാനാർത്ഥിയായി. അദ്ദേഹം KM ഷാജിയോട് തോറ്റു. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് പാർട്ടി സ്ഥാപകനായ MV രാഘവന്റെ മകൻ. പക്ഷെ ഏകാന്തനായി ഈ CP ജോൺ CMB-യിൽ ഉറച്ചു നിന്നു. നേരത്തെ അദ്ദേഹം കുന്നംകുളം മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല. ഇത്തവണ എന്തായാലും CP ജോൺ ജയിക്കാൻ സാധ്യത ഏറെയാണ്. ജയിച്ചു കഴിഞ്ഞാൽ UDF മന്ത്രിസഭ ഉണ്ടാകുന്ന പക്ഷം അദ്ദേഹം മന്ത്രിയാകാനും സാധ്യത വളരെ ഏറെ ആണ്. ഇനിയുള്ളത് അപ്രത്യക്ഷമാകുന്ന പാർട്ടികളാണ്. അപ്രത്യക്ഷമാകുന്ന പാർട്ടികളെ ഏറ്റവും പ്രധാനം കോൺഗ്രസ് എസ് ആണ്. ഒരേ ഒരാൾ മാത്രമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഇപ്പോൾ മന്ത്രിയായ 2 നിയമസഭകളിലും കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ച രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹം യുവാവായിരുന്നപ്പോൾ EK നായനാരെയൊക്കെ തോപ്പിച്ചാണ് ലോക്സഭാ അംഗമായി വന്ന് വലിയ രംഗപ്രവേശമായിരുന്നു. വളരെ നാടകീയമായി അദ്ദേഹം കോൺഗ്രസ് എസിൽ നിന്നു. കോൺഗ്രസ് എസിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പല കാലഘട്ടങ്ങളിൽ പോയി. KP ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് ചേർന്നു, ചിലർ NCP പോയി, ബാക്കിയുള്ളവരൊക്കെ പല വഴിക്ക് പോയെങ്കിലും കോൺഗ്രസ് എസിൽ ഇദ്ദേഹം മാത്രം ഉറച്ചു നിന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി പ്രഭാവം കാരണമാണ് കണ്ണൂരിൽ അദ്ദേഹം ജയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായി നിന്ന് കഴിഞ്ഞാൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലേബലിൽ അദ്ദേഹം ജയിക്കും. പക്ഷെ നേരത്തെയുള്ള അവസ്ഥ. പക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രായം ഒരു വലിയ ഘടകമാണ്. അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത തുലവും വിരളമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2026 അദ്ദേഹത്തിന്റെ പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമാകുന്ന വർഷം കൂടിയാണ്. ഇനിയുള്ളത് കേരള കോൺഗ്രസിന്റെ ഒരു ഭാഗം 1977-ലോ 78-ലോ ഒക്കെ കേരള കോൺഗ്രസിന്റെ ഇദ്ദേഹത്തിന്റെ അച്ഛനായ R ബാലകൃഷ്ണപിള്ള KM മാണിയുമായി പിരിഞ്ഞ് സ്ഥാപിച്ച കേരള കോൺഗ്രസ് ബിയുടെ ഒരേ ഒരു MLA ആണ് KB ഗണേഷ് കുമാർ. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിക്കുന്നില്ല എങ്കിൽ കേരള കോൺഗ്രസ് ബി എന്ന കേരള കോൺഗ്രസിന്റെ ഒരു കഷ്ണം ഇതോടുകൂടി 2026 കേരള രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമാകും. അപ്പോൾ 2026 തിരഞ്ഞെടുപ്പ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ അസ്തമയത്തിനും ഇതുവരെ പ്രാതിനിധ്യമില്ലാതിരുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തിരിച്ചുവരവിനും സാക്ഷ്യം വഹിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന കൗതുകം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ CP ജോണിന് ഒരു മന്ത്രിസ്ഥാനത്തിനുള്ള സാധ്യതയുണ്ട്. RSPക്ക് 2 സീറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെയാണ് ചില വിലയിരുത്തൽ. എന്തായാലും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ രീതിയിലൊക്കെ സീറ്റ് വിഭജനം നടന്നേക്കാം. ഈ രീതിയിൽ ചിലർക്കൊക്കെ സീറ്റ് ലഭിച്ചേക്കാം. നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനത്തിനും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനും വേണ്ടി കടിപിടി കൂടുന്ന ആളുകൾ പുറത്തുണ്ട്. അവർക്കൊക്കെ സാറിന്റെ ഈ വിലയിരുത്തലിൽ നിന്നും ചില സീറ്റുകൾ ലഭിച്ചേക്കാം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയുണ്ടാവട്ടെ. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.